ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. അതേസമയം ഏഷ്യയിലെ മാർക്കറ്റുകളുടെ സെൻറ്റിമെൻ്റ് ഒന്ന് മോർണിംഗിൽ നോക്കുകയാണെങ്കിൽ വീക്ക് സെൻറ്റിമെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സും വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കാനഡയുടെ മേൽ 100% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണി ട്രംപ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ മോർണിംഗിലുണ്ട്. അതേസമയം കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഈ കമോഡിറ്റികളെല്ലാം തന്നെ ഇന്ന് മോർണിംഗിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ $5086.2 പെർ ഔൺസ് ആണ്. അതോടൊപ്പം തന്നെ സ്പോട്ട് സിൽവർ $108.7 പെർ ഔൺസ് ആണ് ഹിറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലാറ്റിനം $2907 പെർ ഔൺസ് ആണ് പുതിയ റെക്കോർഡ് ഹൈ ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് അമേരിക്ക വീണ്ടും അവരുടെ ടാർഗറ്റ് പ്രൈസ് കൂട്ടിയിരുന്നു. $6000 ഈ ഏപ്രിൽ മെയ് മാസത്തോടു കൂടി ഹിറ്റ് ചെയ്യുമെന്നുള്ളൊരു പ്രഡിക്ഷനാണ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ബുള്ളിഷ് കേസ് സിനാരിയോയിൽ $8000 പെർ ഔൺസ് വരെയൊക്കെ ഒരു പക്ഷേ 2026 ഉയർന്നേക്കും എന്ന തരത്തിലുള്ള പ്രഡിക്ഷനാണ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ജർമ്മനി അമേരിക്കൻ വാൾട്ടുകളിൽ കീപ്പ് ചെയ്തിട്ടുള്ള ഗോൾഡ് റിസർവ് ജർമ്മനിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് തീർച്ചയായിട്ടും ഗോൾഡിൽ വീണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ചൈനീസ് ഹൗസ് ഹോൾഡ്സിൻ്റെ ടൈം ഡെപ്പോസിറ്റ് ഉണ്ട്. ഈ കൊല്ലം ഡ്യൂ ആവുന്ന ടൈം ഡെപ്പോസിറ്റ് $7 ട്രില്യൺ വർത്ത് ടൈം ഡെപ്പോസിറ്റ് ആണ്. ഇതിൻ്റെ നല്ലൊരു ഭാഗം ഗോൾഡിലേക്കും സിൽവറിലേക്കും ഫ്ലോ ചെയ്യുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ വളരെ പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് ഗോൾഡിനെ കുറിച്ചും അതുപോലെ തന്നെ സിൽവറിനെ കുറിച്ചൊക്കെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്ലാറ്റിനം നല്ല രീതിയിൽ മുന്നേറാണ്. തീർച്ചയായിട്ടും ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഈ 3 കമോഡിറ്റികളും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഹോളിഡേ ആണ്. നാളെയാണ് നോർമൽ മാർക്കറ്റ് ട്രേഡിംഗ് ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വീക്ക് സെന്റിമെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതേസമയം അമേരിക്ക ട്രേഡ് ഡീൽ റിലേറ്റഡ് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫ് വിഡ്രോ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ അടുത്ത സൺഡേ ആണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് വരുന്നത്. യൂണിയൻ ബഡ്ജറ്റിൽ ധാരാളം പ്രതീക്ഷകളൊക്കെയുണ്ട്. അത്തരത്തിലുള്ള പ്രതീക്ഷകൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം. അതേസമയം Q3 റിസൾട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലേബർ കോഡ് 2025 ഒരു ഇമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ Q3 റിസൾട്ടുകൾ അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ക്വാർട്ടർ റിസൾട്ടുകളിലൊക്കെ ഇതിൻ്റെയൊക്കെ പ്രൊവിഷനൊക്കെ കണ്ടേക്കാം. ലേബർ കോഡ് 2025 പ്രൊവിഷനിങ് ഒക്കെ കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഒരു സെൻറ്റിമെൻറ്റ് വളരെ വീക്കാണ്. ഇത്തരത്തിലുള്ള സെൻറ്റിമെൻ്റ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയും സെൻസസും വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഈ കമോഡിറ്റികൾ വീണ്ടും മുന്നേറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. ഇന്നത്തെ മോർണിംഗ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ കോപ്പറും അലുമിനിയം, സിങ്കും ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പ്ലാറ്റിനത്തിൻ്റെയും ഒപ്പം സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം ഈ 3 കമോഡിറ്റികളാണ് ഔട്ട് പെർഫോം ചെയ്യുന്നത് ഇന്ന് മോർണിംഗിൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കമോഡിറ്റി ഇൻവെസ്റ്റിംഗ് ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.